ഡിമാക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. 45 ദിവസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, അല്ലെങ്കിൽ 45 വീഡിയോ കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ആ ഒരു കോഴ്സിലേക്ക് നമ്മളുടെ അടുത്ത വീഡിയോ എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിതിന് മുന്നേയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തിനാണ് നമ്മളുടെ വെബ്സൈറ്റ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ അവയർനെസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. എന്തിനുള്ള അവയർനെസ്? നമ്മളുടെ ബിസിനസ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള, അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പുതിയ ഓഫറുകൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പല ലാംഗ്വേജുകളും ഉണ്ട്. HTML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. പിന്നെ അതിൻ്റെ പ്രോഗ്രാമിംഗ് എഴുതാൻ PHP എന്ന് പറയുന്ന വേറൊരു സെക്ഷനുണ്ട്. ഇത് യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ടല്ലോ, അതേമാതിരിയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ അതിൻ്റെ ഡാറ്റാബേസുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഡാറ്റാബേസുകൾ നമ്മളുടെ പ്രോഗ്രാമിനകത്ത് വരും. പക്ഷേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വേർഡ്പ്രസ്സിനകത്ത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാലും കാണാം. പക്ഷേ അതിനകത്ത് ഈ വേർഡ്പ്രസ് നമ്മൾ എന്താ പറയുക, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു പർച്ചേസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രീ പ്ലാൻ, നിങ്ങൾക്കും ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ ലെവലിലേക്കുള്ള ഒരു ഫ്രീ പ്ലാൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു ഫ്രീ വെബ് ഹോസ്റ്റിംഗ് സെർവറിനെ നമുക്ക് വേണം, സർവീസ് പ്രൊവൈഡറിനെ നമുക്ക് വേണം. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഫസ്റ്റ് ഗൂഗിൾ എടുത്tu, ക്രോമയിൽ ഞാൻ ലോഗിൻ ചെയ്തു വന്നിട്ട് നേരെ ഞാനിവിടെ ഇൻഫിനിറ്റി ഫ്രീ, ജസ്റ്റ് നോക്കിക്കോളുക, INFINITY infinity-free.com എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നോക്കുക, ഫ്രീ ഹോസ്റ്റിംഗ് ആണ്, പ്രീമിയം ഹോസ്റ്റിംഗ് ഉണ്ട്, ഇവർക്ക് തന്നെ പൈസ കൊടുത്തിട്ടുള്ള ഹോസ്റ്റിംഗ് ഉണ്ട്. പിന്നെ നോളജ് ബേസ്, അങ്ങനെയുള്ള കുറച്ച് സപ്പോർട്ട് ഫോർ ഇവരുടെ തന്നെ ഹെൽപ്പും സപ്പോർട്ടും അങ്ങനെ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് യൂസർ ആകുമ്പോൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിനകത്തോട്ട് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ എടുക്കും ഇതൊന്ന് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ നമ്മളുടെ ഡാഷ്ബോർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാഫ് ആൻ അവർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഏരിയയിലേക്ക് എത്തും. ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിനകത്ത് നമുക്ക് 3 ഫ്രീ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു വെബ്സൈറ്റ് അല്ല, ഇതൊരു സബ് ഡൊമൈനാണ്. അപ്പോൾ സബ് ഡൊമൈൻ്റെ ഒരു ഏരിയ വരുമ്പോഴത്തേനും ഞാൻ എടുക്കാം. എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒരു ഫുൾ വെബ്സൈറ്റ് അല്ല സബ് ഡൊമൈൻ എന്നാണ്. ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് സബ് ഡൊമൈൻ. ഒരു വെബ്സൈറ്റിൽ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും സബ് ഡൊമൈനുകൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഏത് പേരിലുള്ള വെബ്സൈറ്റാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, rf.gd, അതേമാതിരി site.net, പിന്നെ ഫ്രീ ഹോസ്റ്റിംഗ് സെർവറൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ നമ്മൾ നല്ല വെബ്സൈറ്റുകളൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ വാങ്ങിയിട്ട് അതിനകത്ത് നമുക്ക് ചെയ്യാം. നല്ല സൈറ്റ്, അതായത് പ്യുവർലി റണ്ണിങ് സൈറ്റുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതേമാതിരി നമുക്ക് വർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ജസ്റ്റ് പോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് 1 മാത്രമേ ആക്റ്റീവായിട്ട് കിടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ആക്റ്റീവായിട്ടുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് dmk.rf.gd, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇതിൽ RF എന്ന് പറയുന്നത് ആണ് മെയിൻ സൈറ്റായിട്ട് വരുന്നത്, DMK എന്ന് പറയുന്നത് സബ് ഡൊമൈനായിട്ടാണ് വരുന്നത് .gd. അപ്പോൾ ഇത് ഫ്രീ സൈറ്റാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമ്മളുടെ ഈ വെബ്സൈറ്റിൻ്റെ കൺട്രോൾ പാനലിലൂടെ കിടക്കുന്നുണ്ട്. എന്താണ് കൺട്രോൾ പാനൽ എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനത് എന്ത് ചെയ്യാം, ഈ വേർഡ്പ്രസ്സിൻ്റെ
ഒരു 1-2 വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താണ് കൺട്രോൾ പാനൽ, എന്താണ് ഫയൽ മാനേജർ, എന്താണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളറാണ് ശരിക്കും നമ്മൾ പോകേണ്ടത്. ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഒരു 2 മിനിറ്റ് എടുക്കും, ഒരു കുറച്ച് സെക്കൻഡുകൾ എടുക്കാവുന്നു ഓണായി വരാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയതുകൊണ്ട്. സോ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? നമ്മുടെ വേർഡ്പ്രസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ് വരുന്ന കാണിക്കും. സോ ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാനിത് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഇൻസ്റ്റാളേഷനിൽ പോയിട്ട് ഞാനിവിടെ എന്താ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? വേർഡ്പ്രസ് ആണ്. ഈ വേർഡ്പ്രസിൻ്റെ എംബ്ലം കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് വേർഡ്പ്രസ് ആണുള്ളത്. സോ ഞാനിത് എന്ത് ചെയ്തു, ഇത് റിമൂവ് ചെയ്തു. ഇതിൻ്റെ എല്ലാ സെറ്റിങ്സുകളും എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് റിമൂവ് ഇൻസ്റ്റാളേഷൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ മുകളിലൊക്കെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് എടുക്കുക റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളുടെ കൺട്രോൾ പാനൽ ഇരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ ഡാഷ്ബോർഡ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കുക. അതിനുശേഷം നമുക്ക് വേർഡ്പ്രസ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. കണ്ടല്ലോ, ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് വേർഡ്പ്രസ്. ദെൻ നമ്മൾ ഈ ഒരു പോർഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചെയ്യേണ്ടത് എന്താണ്? സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളർ എടുക്കുക. നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളുടെ സർവീസ് പ്രൊവൈഡർ അതിനകത്ത് വേർഡ്പ്രസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും തരുന്നത്. നമുക്ക് നേരെ കയറിയിട്ട് നമ്മളുടെ വർക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? വേർഡ്പ്രസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ കണ്ട മാതിരി ഇൻസ്റ്റാൾഡ് എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഔട്ട്ഡേറ്റഡ് എന്നോ ഒന്നും കാണിക്കുന്നില്ല. ഒരുപാട് സോഫ്റ്റ്വെയർ ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ജൂമിലയുണ്ട്, ദെൻ ഇപ്പുറത്ത് വേർഡ്പ്രസ് ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് വേർഡ്പ്രസ് ആണ്. കാരണം അത് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഈ നമ്മളുടെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ സ്പേസിനകത്ത് നമ്മൾ ഈ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാനിതിനകത്ത് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുക dmk.rf.gd നമ്മൾ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ടുണ്ട്. HTTP ആണ്, HTTPS അല്ല. സോ എന്താണ് HTTP, എന്താണ് HTTPS, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ ഞാൻ വരുമ്പോഴത്തേനും ഓരോ ക്ലാസ്സിൽ അതിൻ്റെ ആ ഒരു ഇത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. സോ അടിയിലോട്ട് വന്നു. നമ്മൾ അടിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സൈറ്റിൻ്റെ നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ സൈറ്റിൻ്റെ നെയിം എന്ത് ചെയ്തു, DMAC എന്ന് ഞാൻ കൊടുത്തു. DMAC കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അടിയിൽ വന്നിട്ട് വേർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്കിതൊക്കെ പിന്നീട് നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് എന്താണ്, ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി, ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പുറത്ത് വന്നിട്ട് അഡ്മിൻ്റെ യൂസർ നെയിം കൊടുക്കുക. അപ്പോൾ യൂസർ നെയിം സാധാരണയായിട്ട് ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അഡ്മിൻ എന്ന് മാത്രം ഞാൻ കൊടുത്തു. ഓൾറെഡി അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതേമാതിരി ഒരു പാസ്വേഡ് തന്നിട്ടുണ്ട്. നമ്മൾ ക്രോമയിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്വേഡ് എവിടെ സേവ് ചെയ്യാം, ക്രോമയിൽ സേവ് ചെയ്ത് വെച്ചേക്കും. അത് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്തോളും. അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും എക്സ്പ്ലോററാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് നമ്മളിവിടെ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നോട്ട് പാഡ് എടുത്ത് അതിനകത്ത് സേവ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു നോട്ട് പാഡ് ഞാൻ എടുക്കുന്നു. നോട്ട് പാഡ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പാസ്വേഡ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ നോട്ട് പാഡ് എടുത്ത് ഞാൻ ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു. അപ്പം ഇതിൻ്റെ യൂസർ നെയിം എന്താ, ഇത് പാസ്വേഡാണ്. ജസ്റ്റ് ഞാൻ പാസ്വേഡൊന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് ഇതാണ് പാസ്വേഡ്. ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസർ നെയിം എന്താ, യൂസർ നെയിം അഡ്മിൻ അല്ലേ, അഡ്മിൻ അല്ലേ ഞാനവിടെ കൊടുത്തത്. ഇതെന്തിൻ്റെ യൂസർ നെയിം പാസ്വേഡാണ്, ഇത് വേർഡ്പ്രസ്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് ഫയലെടുത്ത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. അതവിടെ എടുത്ത് വെച്ചേക്കുക.
കാരണം ഇൻ ഫ്യൂച്ചർ നമ്മൾക്ക് എപ്പോഴും ഇതിനകത്തോട്ട് കയറാൻ ഈ യൂസർ നെയിമും പാസ്വേഡും വേണം, എപ്പോഴേ നമ്മൾ ക്രോമയല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ. സോ ഞാനത് മിനിമൈസ് ചെയ്തു. ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, DM കോട്ടയ്ക്കൽ. ഇവിടെ അഡ്മിനും കൊടുത്തിട്ടുണ്ട്. അത്രയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഇതൊന്നും വർക്ക് ചെയ്യില്ല, ബാക്കപ്പ് ചെയ്യാനുള്ളത് ഫ്രീ സൈറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാളേഷൻ കണ്ടല്ല, നമ്മളുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ്സ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കൺഗ്രാജുലേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്ത് ഇതാണ് നമ്മളുടെ വേർഡ് പ്രസ്സിൻ്റെ ലോഗിൻ കണ്ടില്ലേ, dmk.rf.gd/wp admin. WP എന്ന വേർഡ് പ്രസ് അഡ്മിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങും. അതിനകത്ത് സാധാരണയുള്ള ഒരു ഇത് മാത്രമായിരിക്കും വരുന്നത്. ഇതൊന്നും ഞാൻ ഡിസൈൻ ചെയ്തതല്ല, അത് ഓട്ടോമാറ്റിക്കലി ഡിസൈൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്ന ഒരു പേജാണ്. ഇനി നമുക്ക് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളുടെ വേർഡ് പ്രസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളുടെ ഒരു വെബ്സൈറ്റായിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കണം. റിട്ടേൺ ടു വേർഡ് പ്രസ് മാനേജറിൻ്റെ അടുത്ത് ഞാൻ നേരെ ഇവിടെ വന്നു. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേർഡ് പ്രസ്സിനകത്തോട്ട് ലോഗിൻ ചെയ്യണം. ഇവിടെ വേർഡ് പ്രസ്സിനകത്തോട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ WP അഡ്മിൻ എന്ന് പറഞ്ഞ് നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് വരാം. സോ ഇതാണ് നമ്മളുടെ വേർഡ് പ്രസ് സൈറ്റ് എന്ന് പറയുന്നത്, വേർഡ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് വേർഡ് പ്രസ്സിൽ എങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് പുതിയ പേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള ആ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യുക. infinity.com നിങ്ങൾ എടുക്കുക. infinity.com എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നേരെ വരിക. എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ് ആക്യുലസ് ഇൻസ്റ്റാളർ എടുക്കുക. അവിടെ വന്നിട്ട് നിങ്ങൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക. വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ട് വേർഡ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നിൽക്കുക. ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുക. ഓക്കെ.